ഡൽഹിയിൽ ബി.ജെ.പിയുടെ ലിസ്റ്റ് റെഡിയായി വരുന്നു. എവിടത്തേക്കുള്ള ലിസ്റ്റാണെന്നല്ലേ? കേരളത്തിലെ 2026 മെയ് മാസത്തിലെ മന്ത്രിസഭ അല്ലെങ്കിൽ ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ എത്ര പേർ MLA ആകണം, അതിലാരൊക്കെയാണ് മത്സരിക്കേണ്ടത് 140 മണ്ഡലങ്ങളിൽ എന്നുള്ളതിൻ്റെ ലിസ്റ്റാകുന്നു. അതിൽ 100ഓളം പേരുടെ ലിസ്റ്റാണ് ബി.ജെ.പിക്ക് തയ്യാറാക്കേണ്ടത്. ബാക്കി 2020യും BDJs ഒക്കെ തയ്യാറാക്കണം. 40 പേരുടെ ലിസ്റ്റ്. ഈ 100ൽ ഒരു 50ഓളം പേരുടെ പേരെങ്കിലും അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. അതിലിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ, കുമ്മനം രാജശേഖരൻ, P.K. കൃഷ്ണദാസ്, V. മുരളീധരൻ, K. സുരേന്ദ്രൻ, അങ്ങനെ പിന്നെ MD രമേശ്, ശോഭാ സുരേന്ദ്രൻ, അനൂപ് ആൻ്റണി, ഷോൺ ജോർജ്, ഇങ്ങനെ പരമ്പരാഗതമായിട്ടുള്ള ഒരുപാട് ആളുകളുടെ പേര് വരും. പക്ഷെ പുതിയ പേരുകളാണ് നമുക്ക് കൗതുകമുള്ള പേരുകൾ. അതിൽ 2 പേരുടെ പേരിപ്പോൾ നല്ല കൗതുകമായി ചാനലുകളിൽ പ്രചരിക്കുന്നുണ്ട്. 2 പേരും മനസ്സ് തുറന്നിട്ടില്ല. പക്ഷെ 2 പേരുടെ പേരും വളരെ കൃത്യമായി കേൾക്കുന്നു. ഒന്ന് ശ്വേതാ മേനോൻ, അവർ അമ്മയുടെ പ്രസിഡൻ്റാണ്. മലയാളം അസോസിയേഷൻ മലയാളം മൂവി എന്ന് പറയുന്ന അമ്മ ആർട്ടിസ്റ്റുകളുടെ അമ്മ എന്ന് പറയുന്ന AMMA എന്ന സംഘടനയുടെ വനിതാ പ്രസിഡൻ്റാണ്. ആദ്യത്തെ വനിതാ പ്രസിഡൻ്റാണ്. നേരത്തെ മോഹൻലാൽ വിന്നസെൻ്റും ഒക്കെ ഇരുന്ന വലിയൊരു പോസ്റ്റിലാണ് അവർ ഇരിക്കുന്നത്. അവർ വലിയൊരു വ്യക്തിത്വമാണ്. അവർ ഒരുപാട് ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വളരെ പ്രമുഖയായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടൊരു വനിതയാണ് ശ്വേതാ മേനോൻ. അവർ BJPക്ക് വേണ്ടി മത്സരിക്കാൻ സാധ്യതയുണ്ട്. തൃപ്പൂണിത്തറയോ തൃക്കാക്കരയാണെങ്കിൽ ഉമാ തോമസിനെതിരെയായിരിക്കും, അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രലിലായിരിക്കും. തിരുവനന്തപുരം സെൻട്രൽ മുമ്പ് തന്നെ ഇത്തരം നല്ല പരീക്ഷണങ്ങൾ നടന്നു. ശ്രീറാം, മറ്റേ നമ്മുടെ ക്രിക്കറ്റ് താരം അവിടെ മത്സരിച്ചു. അത് കഴിഞ്ഞിട്ട് കൃഷ്ണകുമാർ മത്സരിച്ചു. 2 പ്രാവശ്യം കൊണ്ട് BJPക്ക് അവിടെ സെലിബ്രിറ്റികൾ തന്നെയാണ് മത്സരിക്കുന്നത്. ഇപ്രാവശ്യവും ശ്വേതാ മേനോനോ ശോഭനയോ എന്ന് പറയുന്ന സെലിബ്രിറ്റി ആയിരിക്കുമോ തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കുക? അവിടെ CP ജോണാണ് UDFന് വേണ്ടി, CMPയുടെ CP ജോണാണ് മത്സരിക്കുന്നത്. LDFന് ആര് എന്ന് തീരുമാനമായിട്ടില്ല. കാരണം ആൻ്റണി രാജു എന്ന് പറയുന്ന കേരള കോൺഗ്രസിൻ്റെ, ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ആൻ്റണി രാജു വേറൊരു കേസുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല. അപ്പോൾ ആ സീറ്റിന് CPM എടുക്കുമോ, ആരായിരിക്കും CPMൻ്റെ സ്ഥാനാർത്ഥി എന്ന് അറിയാൻ കഴിയുന്നില്ല. ഇനി വരുന്ന ദിവസങ്ങളിലേ അറിയാൻ കഴിയുകയുള്ളൂ. ചിലപ്പോൾ M. വിജയകുമാറോ അല്ലെങ്കിൽ സുനിൽകുമാറോ, അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. കരമന ഹരി, ഒത്തിരി പേരുണ്ട് CPMൽ. അവരാരെങ്കിലും ആയിരിക്കുമോ, അതോ സ്വതന്ത്രന്മാരെ പരീക്ഷിക്കുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. തിരുവനന്തപുരം സെൻട്രലിൽ എന്തായാലും അതൊരു പരീക്ഷണം നടക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം ശോഭനയെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ശോഭന ഈ പറഞ്ഞതുപോലെ എവിടെയാണ് മത്സരിക്കുന്നറിയില്ല. BJPക്ക് വേണ്ടി മത്സരിക്കുമോ? അതിന് എറണാകുളം തൃക്കാക്കരയിൽ മത്സരിക്കുമോ? കാര്യം തൃക്കാക്കരയിൽ ഉമാ തോമസ് ആണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. അവർ MLAയുമാണ്. ഉമാ തോമസിൻ്റെ ആ മണ്ഡലത്തിലേക്ക് അവരെ മത്സരിപ്പിക്കുമോ? ഇനി ബാക്കിയുള്ള മണ്ഡലങ്ങളിലേക്കുള്ള BJPയുടെ ലിസ്റ്റുകളും റെഡിയായി വരുന്നു. ഇന്ന് വൈകുന്നേരത്തോടു കൂടി മിക്കവാറും ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. രാവിലെ ഡൽഹിയിൽ ഇന്നലെ നടന്നു, ഇന്ന് നടക്കുകയാണ്. ഓരോ മണ്ഡലത്തിലേക്ക് 3 പേരുടെ ലിസ്റ്റ് കൊണ്ടുപോകുന്നു. അത് മണ്ഡലം കമ്മിറ്റി 3 പേരുടെ പേര് കൊടുക്കുന്നു, ജില്ലാ കമ്മിറ്റി 3 പേരുടെ വീതം പേര് കൊടുക്കുന്നു. അതിനെ വെച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി ചില സ്ക്രീനിങ് നടത്തുന്നു. അത് വെച്ചുകൊണ്ട് ബയോഡേറ്റ ഉൾപ്പെടെ, ഓരോരുത്തരുടെയും ബയോഡേറ്റ ഉൾപ്പെടെയാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. ആ ഡൽഹിയിൽ അത് ഇപ്പം മത്സരിക്കും. പിന്നെ RSSൻ്റെ ചില ഇടപെടലുകൾ ഉണ്ടാകും. ഡൽഹിയിൽ നിന്നുള്ള ഇങ്ങനെ പല രൂപത്തിലാണല്ലോ ഇടപെടലുകൾ വരുന്നത്. ശ്രീലേഖ IPS ആണ് വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നത്. P.K. കൃഷ്ണദാസ് കാട്ടാക്കടയിൽ മത്സരിക്കുന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് V. മുരളീധരൻ, അങ്ങനെ ഓരോ മണ്ഡലത്തിലും സെൻട്രലിൽ ഞാൻ ഈ പറഞ്ഞു. അതുപോലെ തന്നെ അങ്ങോട്ട് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ വിവിധ മണ്ഡലങ്ങളിൽ 10-50 മണ്ഡലങ്ങളുടെ വളരെ പ്രമുഖർ, അതിനകത്ത് സെലിബ്രിറ്റികൾ ഉണ്ടാവും. റിട്ടയർഡ് IAS കാണും, IPS കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റ് വിവിധ കലാകാരന്മാർ കാണാൻ സാധ്യതയുണ്ട്. മേജർ രവി മത്സരിക്കുന്നു, ഒറ്റപ്പാലത്തുനിന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനതാ പറഞ്ഞു, വളരെ വൈവിധ്യമുള്ള ഒരു ലിസ്റ്റായിരിക്കും BJPക്ക് വരുന്നത്. ആ ലിസ്റ്റിൽ വളരെ പ്രമുഖരായിട്ടുള്ള പേരുകൾ കേൾക്കുന്നു. ഇതിനിടയ്ക്കൊരു തമാശ ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. രാഹുൽ ഈശ്വറിനോട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയുണ്ടോ, മത്സരിക്കുമോ എന്നൊരു ചോദ്യം കോൺഗ്രസ്സുകാർ ചോദിച്ചതായിട്ടും രാഹുൽ ഈശ്വർ മനസ്സ് തുറന്നില്ല എന്നും തനിക്ക് രാഷ്ട്രീയ താല്പര്യമൊന്നുമില്ല എന്നും രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി നേമത്ത് രാഹുൽ ഈശ്വർ വരുമോ? നേമത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വച്ചിരിക്കുന്നത് വൈഷ്ണവ സുരേഷിൻ്റെ പേരാണ് ഇപ്പോൾ കേൾക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട കൗൺസിലർ വൈഷ്ണ സുരേഷിൻ്റെ പേരാണ് കേൾക്കുന്നത്. പക്ഷേ അവിടത്തേക്ക് രാഹുൽ ഈശ്വറിൻ്റെ പേരും ഒരു പേരായി വന്നിട്ടുണ്ട്. അങ്ങനെ രാജീവ് ചന്ദ്രശേഖറിനെതിരെ മത്സരിക്കാൻ ഇനി രാഹുൽ ഈശ്വർ വരുമോ? ഇനി രാഹുൽ ഈശ്വർ ഹൈന്ദവ സംഘടനകളുമായിട്ടൊക്കെ ബന്ധമുള്ളത് കൊണ്ടും തന്ത്രി കുടുംബമായിട്ടൊക്കെ ബന്ധമുള്ളതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിനെതിരെ, ഒരു സംഘപരിവാറിന് കൂടി താല്പര്യമുള്ള രാജീവ് ചന്ദ്രശേഖറിനെതിരെ മത്സരിക്കുമോ എന്നുള്ള ചോദ്യവും വളരെ പ്രസക്തമാണ്. അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ മറ്റെവിടെയെങ്കിലും മത്സരിക്കുമോ? അഖിൽ മാരാർ BJPക്ക് പിന്നെ NDA BJP സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. ഡോക്ടർ റോബി വരുന്നു. അങ്ങനെ ഒത്തിരി ആളുകൾ വ്യത്യസ്ത തലങ്ങളിൽ BJPക്ക് വേണ്ടി സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കരയിൽ
ഐഷ പോറ്റിക്കെതിരെ മത്സരിക്കുന്നത് രശ്മിയാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും BJPയുടെ ലിസ്റ്റ് ഇങ്ങനെ റെഡിയായി വരുന്നു. അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റികളുണ്ട്, സിനിമാ നടികളുണ്ട്, നടന്മാരുണ്ട്, സംവിധായകരുണ്ട്, അതുപോലെ തന്നെ സ്പോർട്സ് താരങ്ങളുണ്ട്. വളരെ വ്യത്യസ്തമായ ആളുകളെയാണ് BJP ഇപ്രാവശ്യം രംഗത്തിറങ്ങുന്നത്. അതുകൊണ്ട് കേവലം മത്സരിച്ച് 3ാം സ്ഥാനത്തേക്ക് പോവുക എന്നുള്ളതല്ല BJPയുടെ ഇപ്രാവശ്യത്തെ ലക്ഷ്യം. അവർ പറയുന്നത് ഭരണം പിടിക്കണമെന്നാണ്. പക്ഷെ അതൊന്നും ഇപ്പോൾ ഉടനെ നടക്കുന്ന കാര്യമല്ല. പക്ഷേ എങ്കിൽ പോലും ഭാവി നമുക്കറിഞ്ഞും കൂടാ. എങ്കിൽ പോലും അവർ കുറേ സീറ്റുകളിൽ 10-30 A ക്ലാസ് മണ്ഡലങ്ങളിൽ വളരെ നിർണായകമായ സ്വാധീനം അവർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പല മണ്ഡലങ്ങളിലും കഴിഞ്ഞ പ്രാവശ്യം അവർ 2ാം സ്ഥാനത്ത് വന്നു, ചിലയിടത്ത് 3ാം സ്ഥാനത്തേക്ക് പോയി. പക്ഷേ 2ാം സ്ഥാനത്ത് വന്ന സ്ഥലങ്ങളിൽ വലിയ തോതിലായിരിക്കും അവർ ഇപ്രാവശ്യവും വോട്ട് പിടിക്കുക എന്നുള്ളതാണ്. എന്തായാലും അസംബ്ലിയിൽ അവരുടെ സാന്നിധ്യം ഉണ്ടാകുമോ എന്ന് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയൂ. എന്തായാലും 50ഓളം സീറ്റുകളിൽ 100 സീറ്റുകളിൽ 50 സീറ്റുകളിലുള്ള സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രമുഖമായിട്ടുള്ള സീറ്റുകളിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനുള്ള ഡൽഹി ചർച്ച ഇന്ന് പൂർത്തിയാകും. അപ്പോൾ നാളേക്ക് നമുക്ക് ഇപ്പം തന്നെ ഒരുപാട് അഭ്യൂഹങ്ങൾ ഇങ്ങനെ പുറത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശോഭനയുടെ പേരും ശ്വേതാ മേനോൻ്റെ പേരും മേജർ രവിയുടെ പേരും ഇങ്ങനെ ഒരുപാട് പേരുകൾ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് വരുന്നതനുസരിച്ച് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഇനി ക്രിസ്ത്യാനികളെ മത്സരിപ്പിക്കുമെന്ന് പറയുന്നു. അതുപോലെ 2020 സാബു ജേക്കബ് മത്സരിക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ മുസ്ലിം കാൻഡിഡേറ്റ് ഉണ്ടാവുമെന്ന് പറയുന്നു. ഇപ്രാവശ്യം മലപ്പുറത്ത് മുസ്ലിം കാൻഡിഡേറ്റ് ഉണ്ടാവുമെന്ന് പറയുന്നു. അങ്ങനെ ഓരോ തരത്തിലുള്ള പിന്നെ ധീവരസഭ കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി വന്ന് BJPയുടെ ധീവരസഭയുടെ ദിനകരനുമായിട്ട് സംഘമായിട്ടൊക്കെ വലിയ സമ്മേളനമൊക്കെ നടത്തിയിട്ട് പോയത്. അപ്പോൾ അവരും ഈ ടീമിലുണ്ട്. പിന്നെ നാടാർ സമാജത്തിൻ്റെ വിഷ്ണുപുരം ചന്ദ്രശേഖറുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ ജാതി മത വർഗ സംഘടനകളെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ പിന്നെ SNDPക്ക് എത്ര സീറ്റ് കൊടുക്കും, അതായത് ഈഴവർക്ക് NSSന് എത്ര സീറ്റ് കൊടുക്കും, അങ്ങനെ ഇതൊരു വലിയൊരു സർക്കസ് കൂടാരം പോലെയാണ് ഈ സീറ്റ് കൊടുക്കുക എന്ന് പറയുന്നത്. അതിൻ്റെ പണി നടന്നു വരികയാണ്. എന്തായാലും BJPക്ക് വലിയ തോതിലായിരിക്കും സീറ്റ് കിട്ടുക എന്നുള്ളതാണ്. സീറ്റ് കിട്ടുക അല്ല, മത്സര രംഗത്തേക്ക് ആളുകളെ നിശ്ചയിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് കൊണ്ടത് മിക്കവാറും പൂർത്തിയാകും. ആദ്യഘട്ടം. 2ാം ഘട്ടത്തിൽ വലിയ കാര്യമില്ല. അവർ ഓരോ സ്ഥാനാർത്ഥികളെ ഇങ്ങനെ നേർച്ചക്കോഴികളെ പോലെ അല്ലെങ്കിൽ തോക്കാൻ വേണ്ടി നിർത്തുന്നു കുറേ സീറ്റുകളിൽ. അത് വലിയ കഥയില്ല. ഈ 40 സീറ്റുകളിൽ 2020യും BDJSും തീരുമാനിക്കും. അപ്പോൾ അതിനകത്തും പ്രശ്നമില്ല. 50 എണ്ണത്തിന് ഇവരിന്ന് തീരുമാനിക്കും. ബാക്കി വരുന്നൊരു 50 എണ്ണത്തിനെയാണ് തീരുമാനിക്കേണ്ടി വരിക എന്ന് പറയുന്നത്. അത് വളരെ അടുത്ത ദിവസങ്ങളിലായിരിക്കും തീരുമാനമെടുക്കുക. ഇതിനിടയിൽ കോൺഗ്രസിൻ്റെ സ്ക്രീനിങ് കമ്മിറ്റി മധുസൂദൻ മസ്കറിയുടെ നേതൃത്വത്തിലുള്ള സ്ക്രീനിങ് കമ്മിറ്റി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ദീപാ മുൻഷിയും മറ്റു ആളുകളുമൊക്കെ MP-മാർക്ക് സീറ്റ് കൊടുക്കണ്ട നിലവിൽ എന്നുള്ളൊരു ചർച്ച വന്നുകൊണ്ട് കോൺഗ്രസിലും അണിയറയിൽ നടക്കുന്നു. CPM-നെ സംബന്ധിച്ച് ആൾറെഡി അവർ ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് ലിസ്റ്റ് വരുത്തിയിട്ടുണ്ട്. ഇനി സംസ്ഥാന കമ്മിറ്റി ഒന്ന് കൂടിയാൽ നിലവിലുള്ള മത്സരിക്കുന്ന എല്ലാവർക്കും 90% പേർക്ക് സീറ്റ് കൊടുക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവർക്ക് ആരെ മത്സരിപ്പിക്കണം എന്നൊരു ചോദ്യം CPM-നില്ല. വളരെ കുറച്ച് സീറ്റുകളിൽ മാത്രമേ പുതിയ ആളുകൾ വരാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ CPM-നും റെഡിയാണ്. അപ്പോൾ പിന്നെ CPIയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും അവർ 4 പേരെ മറ്റോ മാറ്റി എല്ലാവരെയും മത്സരിപ്പിക്കാൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള സാഹിത്യകാരന്മാരെയൊക്കെ മത്സരിപ്പിച്ചുകൊണ്ടുള്ള പുതിയ ഒരു ലിസ്റ്റാണ് CPIയും രംഗത്തിറക്കുന്നത്. എന്തായാലും BJPയുടെ ഈ ലിസ്റ്റിൽ ഇനിയും അത്ഭുതങ്ങളും വിസ്മയങ്ങളും സംഭവിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.